ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈദ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് കാസർഗോട്ടുകാരുടെ ഈദ് വ്ളോഗാണ് ഞാൻ കാണിച്ചിരുന്നത്. നോമ്പ് 28 കഴിഞ്ഞ് രാത്രിയിലാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത്. നമ്മുടെ കാസർഗോഡ് ശോഭിക വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം അവിടെ നിന്നാണ് ഡ്രസ്സ് എടുത്തത്. പിന്നെ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു, പെരുന്നാളിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ടൗണിൽ പോയി രാത്രിയിൽ സാധനങ്ങളും ഡ്രസ്സൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ എല്ലാം കുറച്ച് ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. നമുക്ക് പെരുന്നാളിന് ജ്യൂസ് ഉണ്ടാക്കണം, അതിനുള്ള പാലും പിന്നെ തൈരും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ ഒരു പുതിയ ബെഡ്ഷീറ്റ് വേണം. അങ്ങനെ ബെഡ്ഷീറ്റ് വാങ്ങി. പോയ സമയത്ത് ഡിന്നർ സെറ്റ് കണ്ടു സ്റ്റീലിൻ്റെ, അത് 2 സെറ്റ് വാങ്ങി. പിന്നെ നമ്മൾ കാസർഗോട്ടുകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് പെരുന്നാളപ്പം ഉണ്ടാക്കൽ. നോമ്പ് 25 കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പെരുന്നാളപ്പം ഉണ്ടാക്കാൻ തുടങ്ങും. പണ്ടെല്ലാം നോമ്പ് 20 കഴിഞ്ഞാൽ തന്നെ പെരുന്നാളപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. ഇപ്പോൾ പിന്നെ പെട്ടെന്നുള്ള സൗകര്യമുള്ളത് കൊണ്ട് നോമ്പ് 25-നാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് പൊരിയപ്പമാണ്. എല്ലാ വീട്ടിലും എല്ലാവരും ഉണ്ടാക്കുന്ന ഒന്നാണ് പൊരിയപ്പം. പിന്നെ ഡാൽഡ കേക്ക് അല്ലെങ്കിൽ നെയ് കേക്ക്, പിന്നെ വാട്ടത്തിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള വാട്ടത്തിൽ. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ണിയപ്പമാണ്. അതും കുറച്ചുണ്ടാക്കി, കുറച്ച് കട്ട്ലറ്റും ഉണ്ടാക്കി. പിന്നെ കടല ഉണ്ടല്ലോ, നെൽക്കടല ഫ്രൈയും പിന്നെ പൊരിക്കടല ഫ്രൈയും, അത് 2 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പത്തിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഷ്ടമുള്ള ജോലിയാണ് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെക്കൽ. അപ്പോൾ നോമ്പ് 29 രാവിലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം പേസ്റ്റാക്കി വെച്ചു. ഇത് കഴിഞ്ഞാൽ തന്നെ വലിയൊരു ജോലി കഴിഞ്ഞു. തക്ബീറെല്ലാം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം കറി വെച്ചു. രാവിലത്തേക്കുള്ളതാണ്. ഇപ്പോൾ രാത്രി തന്നെ കറിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ജോലിയെല്ലാം വളരെ എളുപ്പമാവും. പിന്നെ രാവിലെ ജ്യൂസ് ഉണ്ടാക്കണം. ജ്യൂസ് റെഡിമെയ്ഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ച് ചിക്കുമെല്ലാം കൊണ്ടുവന്നിട്ട് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഫ്രീസറിൽ വെച്ചു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ലപോലെ തണുത്ത ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. 2 ദിവസം മുമ്പോ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ജോലിയെല്ലാം ചെയ്യും. പിന്നെ 29 രാവിലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം പേസ്റ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതായത് ബിരിയാണിക്കും വേണം, അതേപോലെ കുറച്ച് കറി ഉണ്ടാക്കണം, കുറച്ച് ഫ്രൈ ഉണ്ടാക്കണം. അപ്പോൾ ഇതിനുള്ള ആവശ്യത്തിനുള്ള കോഴിയെല്ലാം നല്ല പോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മസാലയെല്ലാം തേച്ച് ഫ്രീസറിൽ കയറ്റും. കുറച്ച് ഫ്രീസറിൽ കയറ്റും, കുറച്ച് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ എനിക്കിത് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം 29-നല്ലേ, 30 നോമ്പ് ഇല്ലാത്ത കാരണം നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ പറ്റി. പെരുന്നാളിന് എല്ലാവരും ഇതേപോലെ മുമ്പേ ജോലിയെല്ലാം ചെയ്ത് വെച്ചാലുണ്ടല്ലോ, പെരുന്നാൾ രാവിലെ എണീച്ചാൽ ഭയങ്കര ഫ്രീ ആണ്. കുറേ മെനക്കെടില്ലാണ്ട് നമുക്ക് എല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാനിവിടെ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് മോള് വീടെല്ലാം നല്ലപോലെ അടിച്ച് വാരി തുടച്ചെടുത്തു. പിന്നെ രാവിലേക്ക് ആവശ്യമുള്ള പുഡിങ് ഉണ്ടല്ലോ, അത് രാത്രി തന്നെ സെറ്റാക്കി വെക്കണം. പിന്നെ കുറച്ച് കോഴിക്കടമ്പ്, എല്ലാ നോമ്പിനും ഞാൻ രാത്രിയിൽ കോഴിക്കടമ്പ് ഉണ്ടാക്കി വെക്കും. അതായത് നോമ്പെല്ലാം കഴിഞ്ഞ് തക്ബീറെല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ കോഴിക്കടമ്പ് ഉണ്ടാക്കി വെക്കും. അത് രാവിലെ പള്ളിയിൽ പോകുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടാക്കി വെച്ചു. പിന്നെ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ആദ്യം ചെയ്യുന്ന ജോലി എന്തെന്ന് വെച്ചാൽ, കുളിച്ച് വൃത്തിയായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കും. അതേപോലെ പെരുന്നാളപ്പെല്ലാം ടേബിളിൽ നിരത്തി വെക്കും. അപ്പോൾ ഇനി ആര് വന്നാലും അവിടെ നിന്ന് ഗ്ലാസ്സിൽ ജ്യൂസ് ഒഴിച്ച് സ്നാക്സ് കഴിച്ച് അവർ പോയിക്കോളും. അപ്പം നമ്മളുടെ കാസർഗോട്ടെ രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ കുറച്ച് മുട്ടയുടെ പബ്സ് പോലെയുള്ള ഒരു അപ്പം ഉണ്ടാക്കി. പിന്നെ ചിക്കുവിൻ്റെ ജ്യൂസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട് കസ്റ്റേർഡ്, അതും രാത്രി തന്നെ ഉണ്ടാക്കി റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കുറച്ചെടുത്ത് ടേബിളിൽ വെക്കും. ഒന്നിച്ചെല്ലാം വെക്കില്ല, ഓരോ ആൾക്കാരും വരുന്നതനുസരിച്ച് പിന്നീട് വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യൽ. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീട് കയറിക്കും. അപ്പം അങ്ങനെയാണ് പറയൽ. അങ്ങനെ എൻ്റെ ആങ്ങളെയും എൻ്റെ ഉമ്മ, ആങ്ങളുടെ മക്കൾ, ആങ്ങളുടെ ഭാര്യ, ജ്യേഷ്ഠത്തിൻ്റെ മോള്, അങ്ങനെ ഓരോ ആൾക്കാരും നമ്മുടെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നാൽ പിന്നെ കുറേ സമയമൊന്നും നിൽക്കില്ല. 1/2 ഗ്ലാസ് ജ്യൂസും കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോവും. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വീഡിയോ ഒന്നും എടുത്തില്ല, ഫോട്ടോസ് മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരെല്ലാം പോയി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണത്തിന് രാത്രി തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി മാത്രമാണ് രാവിലെ ഉണ്ടാക്കിയത്. ബിരിയാണിയും ചിക്കൻ ഫ്രൈയും രാവിലെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് നൂൽപുട്ടും അതേപോലെ പത്തിരി ഉണ്ടാക്കി. പിന്നെ ബീഫ് കറിയും ചിക്കൻ കറിയെല്ലാം രാത്രി റെഡിയാക്കി വെച്ചതുകൊണ്ട് തന്നെ രാവിലെ ഒരു ജോലിയും ഉണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റിട്ട് കോഴിക്കടമ്പെല്ലാം കഴിച്ചിട്ട് എല്ലാവരും പള്ളിക്ക് പോയി. ഉച്ചയാകുമ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ പെരുന്നാൾ പൈസ ഞങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ ഹസ്ബൻഡ് പെരുന്നാൾ പൈസ എല്ലാം തന്നു. പിന്നെ നമ്മുടെ ബ്രദറും അങ്ങനെ എല്ലാവരും പെരുന്നാൾ പൈസ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടൊന്നുമില്ല.
പിന്നെ പെരുന്നാളിൻ്റെ സമയത്ത് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ സമയം കിട്ടലില്ല. ഒരു 3 മണിയാവുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമുക്കും കുറേ സ്ഥലത്ത് പോകാനുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഞാൻ അവിടെ എത്തുന്ന സമയത്ത് ആങ്ങളുടെ മോനുണ്ടല്ലോ, അവൻ്റെ കുറേ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ആങ്ങളുടെ മോൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ചെറിയ മോനാണ്. മക്കൾ കുറേ സമയം വീട്ടിലുണ്ടായിരുന്നു. നമ്മളെല്ലാം കുറേ സംസാരിച്ചു, ജ്യൂസും അതേപോലെ സ്നാക്സ് എല്ലാം കഴിഞ്ഞു, പെരുന്നാൾ പണമെല്ലാം കൊടുത്തു. അങ്ങനെ അവർ നല്ല പോലെ ഹാപ്പി ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പെരുന്നാളിന് ഞങ്ങളുടെ വീട്ടിലേക്കും എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്കും കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വീട്ടിൽ പോയി. പക്ഷെ ആ വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ നിന്നിട്ടില്ല. പെരുന്നാൾക്ക് വീഡിയോ എടുക്കാൻ നിന്നാൽ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയുള്ള കാര്യം കൊണ്ട് തന്നെ വീഡിയോ ഒന്നും കുറേ എടുത്തിട്ടില്ല. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്തു, നേരെ ബീച്ചിലേക്ക് പോയി. പിന്നെ തിങ്കളാഴ്ച മക്കൾ ഹോസ്റ്റലിൽ പോവും. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങണം, പിന്നെ ഒന്ന് ബീച്ചിലൊക്കെ ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ സ്മാർട്ട് ബസാറിൽ പോയി. അവിടെ നിന്ന് കുറച്ച് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തു. മാളിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നേരം ഇരുട്ടുന്നതും അതേപോലെ സമയം പോകുന്നതും അറിയേയില്ല. നമ്മൾ സാധനമൊക്കെ വാങ്ങി ബില്ലെല്ലാം ചെയ്തതിന് ശേഷം പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ടൈം കുറേ ആയെന്ന്. നമുക്ക് ബീച്ചിലേക്കും പോകണം. ബില്ലെല്ലാം പേ ചെയ്ത് നമ്മൾ നേരെ പുറത്തിറങ്ങിക്കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമും കൂടി വാങ്ങി കഴിച്ചു. അപ്പോൾ എപ്പോഴും മാളിൽ വന്നാൽ ഐസ്ക്രീം കഴിക്കണം, അതെൻ്റെ ചെറിയ മോൾക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അങ്ങനെ അവിടെ നിന്ന് ഐസ്ക്രീമെല്ലാം കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബീച്ചിലേക്ക് പോയി. അപ്പോൾ ബീച്ചിൽ പോകുന്ന സമയമുണ്ടല്ലോ, അവിടെ ഉത്സവമായിരുന്നു. നെല്ലിക്കുന്ന് ബീച്ചിലാണ് നമ്മൾ പോയത്. അപ്പോൾ റോഡ് ഫുള്ള് റഷായിരുന്നു. നമ്മൾ റോഡെല്ലാം കാണിച്ചു തരാം. പക്ഷെ കാണാൻ നല്ല വൈബായിരുന്നു. എന്നാലും കുറേ സമയമെടുത്തു തിരക്ക് കാരണം. പക്ഷേ ബീച്ചിലെത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയും ഭയങ്കര തിരക്ക്. പെരുന്നാൾ കഴിഞ്ഞതല്ലേ, എല്ലാവരും ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബീച്ചിലേക്ക് എത്തുന്ന സമയത്ത് എൻ്റെ ആൻറ്റിയും അവരുടെ മക്കളൊക്കെ ബീച്ചിലുണ്ടായിരുന്നു. അവരോട് സംസാരിക്കുന്ന സമയത്ത് ഇവർ പുറത്തുനിന്ന് കുറേ സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയുമില്ല. അങ്ങനെ അവരും കുറേ സമയം ഇരുന്നിട്ട് അവരും പോയി. നമ്മളും അതേപോലെ കുറേ സമയം ഇരുന്നിട്ട് ഞങ്ങളും മടങ്ങി വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസ് കിട്ടി. പിന്നെ ഉപ്പിലിട്ട മാങ്ങ, അതേപോലെ നമ്മളെ കാസർഗോഡിൻ്റെ ഒരു സ്പെഷ്യൽ സംഭവമുണ്ട്, ചക്ലി മസാല. നല്ല എരിവും പുളിയെല്ലാം ഉള്ള അടിപൊളി ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അപ്പോൾ അവർ അതൊക്കെ കഴിച്ചു. എൻ്റെ മക്കൾ, ഞാനതൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല. നോമ്പെല്ലാം കഴിഞ്ഞതല്ല, ഇനി വയറിന് ഇനി വലിയ ബുദ്ധിമുട്ടും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതേപോലുള്ള സാധനങ്ങൾ ഞാൻ പൊതുവേ കഴിക്കാറില്ല. ഇവരിതൊക്കെ വാങ്ങുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. പിന്നെ കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഗോട്ടി സോഡ, അടിപൊളി ഗോട്ടി സോഡ കിട്ടും. പിന്നെ എൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ള ഒന്നാണിത്, ഈ പൊട്ടറ്റോ ഫ്രൈ ചെയ്തത്. അപ്പോൾ അതും അവർ വാങ്ങി കഴിച്ചു. അതിലേക്ക് എന്തോ ഒരു മയണൈസ് മിക്സൊക്കെ തേച്ച് അവർ തരും, അതും കഴിച്ചു. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഹോൻചോ, ഡയമണ്ട് ഡൈൻ, ഈ 2 ഹോട്ടലും അടുത്തടുത്താണ്. അപ്പോൾ അങ്ങനെ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവിടെ ഭക്ഷണമൊന്നും കിട്ടിയില്ല. പിന്നെ അൽബൈൻ ചെർക്കള അവിടെ വന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ഹോട്ടലുണ്ട്, അവിടെ ഒന്നും ഭക്ഷണം കിട്ടിയില്ല. ഒന്ന് പണിക്കാരെല്ലാം നാട്ടിൽ പോയിട്ടുണ്ട്, പിന്നെ ഗ്യാസ് ഇല്ല. ഈ 2 കാരണം കൊണ്ടും നമുക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം വീണ്ടും ടൗണിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ ഭക്ഷണത്തിന് ഓർഡറെല്ലാം ചെയ്ത് നമ്മളിരുന്നു. അവിടെയും പൊറോട്ടയും അതേപോലെ തന്നെ റുമാൽ റൊട്ടി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. കുബൂസും പിന്നെ അൽഫാമും കിട്ടി. പിന്നെ ബ്രോസ്റ്റഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേനും ബ്രോസ്റ്റ് വന്നു. ബ്രോസ്റ്റ് കിട്ടിയത് മക്കൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം അടിപൊളിയായിട്ട് കഴിച്ച് കഴിയുമ്പം തന്നെ കുറേ ടൈം എടുത്തു. ഭക്ഷണം ഓർഡർ ചെയ്താൽ ഏകദേശം അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണം. ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് അവർക്കും നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷുമായിരുന്നു. വെള്ളിയാഴ്ച ആയിരുന്നു പെരുന്നാൾ. ശനിയാഴ്ച പോയിട്ട് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് വന്നു. ഇത് ഞായറാഴ്ചയാണ് ഭക്ഷണം കഴിക്കാൻ പോയത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ പെരുന്നാൾ വ്ളോഗ്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് പെരുന്നാളിനെടുത്ത ഫോട്ടോസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കാസർഗോട്ടുകാരുടെ രീതിയിലുള്ള പെരുന്നാൾ ആഘോഷം ഇങ്ങനെയൊക്കെയാണ്. പെരുന്നാൾ അപ്പങ്ങളും പെരുന്നാൾ ഒരുക്കങ്ങളും പിന്നെ മൈലാഞ്ചി വെക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തത് മിസ്സായിപ്പോയി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യുക. ബൈ ബൈ.